ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞാനൊരു സുഖമായിട്ടിരിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ ഈ ഒരു വാൾ സ്റ്റിക്കർ അഡസീവ് വാൾപേപ്പറാണ്. അപ്പം ഈ ഒരു വാൾപേപ്പർ ഉപയോഗിച്ച് എൻ്റെ കിച്ചൺ ഒന്ന് ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്ത വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെൻ്റെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പാണ്. ആക്ച്വലി വളരെ വന്നിട്ട് എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവില്ല, അങ്ങനത്തെ ഒരു കൗണ്ടർ ടോപ്പാണ്. ഞങ്ങളുടെ വീട് കുറച്ച് പഴയ വീടാണ്. അപ്പം ഞാൻ ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് നമ്മൾ അഡസീവ് വാൾപേപ്പർ എടുക്കാനുള്ള മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് ഏകദേശം 200 കമ്മി ആയിട്ടുള്ളൂ കേട്ടോ. അത്രയ്ക്ക് 200 ആയിട്ടില്ല, അത്രയേ ആയിട്ടുള്ളൂ. ഞാൻ ഓഫറിൽ വാങ്ങിച്ചതാണ് മീഷോന്ന്. അപ്പം ഇതിന് കുറച്ച് വീതി കുറവായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ വീതി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. മേലെ തന്നെ നമുക്ക് അഡസീവ് ആയിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ ഭയങ്കര പാടായത്. അപ്പം ഞാനിവിടെ ഫ്രണ്ടിലൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കുവാണ്. അപ്പം അവിടെ ഇത്തിരി ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫില്ലല്ലാത്ത കാരണേ, അതായത് വീതി ഇല്ലല്ലോ, വീതി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒന്ന് ചെക്ക് ചെയ്ത് ഒട്ടിച്ചിട്ട് അപ്പുറത്ത് നമുക്ക് വന്നിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഈസിയാണ് കേട്ടോ. നമ്മൾ ഈ കിച്ചണിന് ഇപ്പം ഈ പേപ്പറിന് വാൾപേപ്പറിന് നല്ല ക്വാളിറ്റി ഉണ്ടെന്നൊന്നും അല്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമോ കീറും ഡാമേജ് ആവുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കുറച്ച് നാളെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടൊരു നമ്മുടെ കിച്ചൺ ഭംഗിയായിട്ട് കിടക്കണതാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം കീറി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ചേഞ്ച് ചെയ്യണം. എന്നാലും ഈ പ്ലെയിനായിട്ട് ഇടുന്നേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴേ കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവും. അതേപോലെ മോർണിംഗ് ഇങ്ങനെയൊക്കെ നമ്മൾ കിച്ചൺ കാണുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ മതിയുള്ള മടിച്ചുകൾ പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് കിച്ചണിൽ പണിയെടുക്കുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ മടിച്ചാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യില്ല എന്നല്ല, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തോന്നണം. അപ്പോൾ എനിക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയായിട്ടും വൃത്തിയായിട്ടൊക്കെ കിടന്നാലാണ് തോന്നുള്ളൂ. അപ്പോൾ ആ ഭാഗം ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഭാഗം കൂടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടിച്ചതിന് ശേഷം സ്റ്റവൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാനിവിടെ പാത്രമൊക്കെ അടുക്കി വെക്കുന്ന ടേബിളും കൂടി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാനൊരു 2 റോളായിരുന്നു വാങ്ങിച്ചത്. ഏകദേശം 200 രൂപയുടെ അടുത്തായിരുന്നു, 200 ആയിട്ടില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും റെൻറ്റഡ് ഹൗസോ ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പഴയ വീടോ ഇല്ലെങ്കിൽ പുതിയ വീടായാലും നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചീപ്പായിട്ടൊരു 200 രൂപയുടെ താഴെ നമുക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യുക. അപ്പം നമ്മളുടെ വീട് ഭംഗിയായിട്ട് ഇരിക്കും ചെയ്യും. ഇതിപ്പോൾ പെട്ടെന്ന് റെൻറ്റഡ് ഹൗസൊക്കെ റിമൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റും കേട്ടോ.